ഹൈന്ദവാചാരങ്ങളെ അവഹേളിച്ച് പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി പൂരം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ നടത്താൻ ധനശേഖരണത്തിനായി ഓണനാളിൽ മത്സ്യവും മാംസവും സമ്മാനമായി നൽകുന്ന കൂപ്പൺ പുറത്തിറക്കി. തൃശൂർ കൈപ്പറമ്പ് ദേവീകൃപ പൂരാഘോഷ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ പോസ്റ്ററും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി മനോജ ചേർന്നുണ്ട്. മനോജ, ഒരുപക്ഷെ ഇത്തരം നടപടിയിലൂടെ എന്താണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്? വിഷ്ണു, ഇത്തരത്തിലൊരു നറുക്കെടുപ്പ് അല്ലെങ്കിൽ ഈ ഒരു കൂപ്പൺ അച്ചടിച്ചിറക്കിയിരിക്കുന്നത് ദേവീകൃപ പൂരാഘോഷ കമ്മിറ്റിയാണ്. കൈപ്പറമ്പിലുള്ള ഒരു പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റിയാണ്. ഈ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ കൈപ്പറമ്പ് തന്നെ ക്ഷേത്രത്തിലേക്ക് പൂരം സംഘടിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി പണം സ്വരൂപിക്കുവാനായി ധനശേഖരണാർത്ഥമാണ് ഇത്തരത്തിലൊരു ഓണം സ്പെഷ്യൽ മത്സ്യമാംസ സമ്മാന കൂപ്പൺ അടിച്ചിറക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ സെപ്റ്റംബർ 16 തീയതിയാണ് ഈ നറുക്കെടുപ്പ് നടക്കുന്നത്. അതിൽ ഒന്നാം സമ്മാനമായി മാംസമാണ് ഇവിടെ ജനങ്ങൾക്ക് നൽകുന്നത്. ഇത്തരത്തിലൊരു കളക്ഷൻ, അതായത് ഈ ആഘോഷങ്ങൾ നടത്തുവാനും അതുപോലെ തന്നെ പൂരമൊക്കെ നടത്തുവാനും മാംസം നൽകിയുള്ള കളക്ഷൻ, അത് കൃത്യമായും മറ്റൊരു തരത്തിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ദേവീകൃപ എന്നുള്ള പേരിലൂടെ പൂരാഘോഷ കമ്മിറ്റി, ആ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളിലും സജീവമായി നിൽക്കുന്നവർ ഇത്തരത്തിലൊരു പ്രവർത്തനം, അതും ഈ ക്ഷേത്രത്തിലേക്കാണ് ഈ പൂരം കൊണ്ടുവരുന്നത്. അവിടെ ക്ഷേത്രത്തെ വലം വയ്ക്കുന്നതും ഒക്കെ തന്നെ ഒരു ആചാരപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം മത്സ്യവും മാംസവും നൽകിക്കൊണ്ട് ഈ ഓണനാളിൽ തന്നെ ഇത്തരത്തിലൊരു കളക്ഷൻ നടത്തുന്നത്, ഈ ഒരു ധനസമാഹരണം നടത്തുന്നത്. എന്തായാലും ഇതിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ഈ ദേവീകൃപ പൂരാഘോഷ കമ്മിറ്റി എന്നുള്ള പേര് വച്ചുകൊണ്ട് പോസ്റ്റർ അടിച്ചിറക്കിയിരിക്കുന്നു. അത് സമൂഹ മാധ്യമങ്ങൾ വഴി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഓണത്തെയും അതുപോലെ തന്നെ ഈ ഹൈന്ദവ ആചാരത്തെയും ഒക്കെ അവഹേളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കൂപ്പൺ അടിച്ചിറക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ജനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. മനോജ, ഞാനത് ഇടപെടുകയാണ്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി ഹരി മുള്ളൂർ കൂടി ചേർന്നുണ്ട്. ഹരി, ഒരുപക്ഷെ ഇത്തരം പ്രവൃത്തിയിലൂടെ പ്രധാനമായും ഈ ഹൈന്ദവർക്കിടയിൽ അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളെ ഒന്നാകെ തന്നെ വെല്ലുവിളിക്കുന്നതിനൊപ്പം തന്നെ ഹൈന്ദവർക്കിടയിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടാക്കാനും അല്ലെങ്കിൽ അതൊരു സംഘർഷത്തിലേക്ക് തെളിക്കാനുമുള്ള ഒരു നീക്കമായിട്ട് വേണ്ട ഇതിനെ കാണാൻ? തീർച്ചയായും. കാരണം നമ്മുടെ ഈ ഓണം എന്ന ഈ സമയത്ത് തൃശ്ശൂർ ജില്ല പോലുള്ള ജില്ലകളിൽ, അതുപോലെ തന്നെ മധ്യ കേരളത്തിലൊന്നും ഈ മത്സ്യമാംസാദികൾ ഈ ഓണ സമയത്ത് ഉപയോഗിക്കാറില്ല. അപ്പൊ ഈ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്ന യഥാർത്ഥത്തില് നമ്മുടെ ഹിന്ദു ആചാരങ്ങളെ വികലമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ നടന്നത്. പിന്നെ ഏറ്റവും വിഷമകരമായി നമുക്ക് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പൂരം എഴുന്നള്ളിപ്പ്, ഈ ദേവീകൃപ എന്ന് പറയുന്ന ഈ പൂര സമുദായം അവിടുന്ന് അവരുടെ പൂരത്തിന്റെ എഴുന്നള്ളിപ്പ് നടത്തുന്ന യഥാർത്ഥത്തില് അമ്പലത്തിൽ തിടമ്പ് എഴുന്നള്ളിച്ച് ആ തിടമ്പാണ് ഈ പൂര സമുദായം അവിടുന്ന് എഴുന്നള്ളിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തില് ഈ വളരെയധികം ആചാരപരമായി നടക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്ന ഒരു പൂരസമുദായമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തില് ചെയ്തത്. ഇത് ഹിന്ദു ആചാരങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടിതമായ ശ്രമം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, വളരെയധികം നന്ദി ഹരി പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി മനോജ ചേർന്നുണ്ട്. മനോജ, എന്ത് തന്നെയായാലും ഹൈന്ദവർക്കിടയിൽ നിന്ന് വളരെ വലിയൊരു പ്രതിഷേധം ഇതിനോടകം തന്നെ ഉടലെടുക്കുകയാണ്. എന്നിരുന്നാൽ കൂടിയും ഇത്തരം പ്രവർത്തികളിലൂടെ നൽകുന്നൊരു സന്ദേശം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് സാംസ്കാരിക രംഗത്ത് പോലും വളരെയധികം മോശം സന്ദേശം നൽകുന്ന ഒരു കാര്യമായി തന്നെയല്ലേ ഈ ഒരു പ്രവൃത്തിയെ നോക്കിക്കാണേണ്ടത്? ഇതിൽ ഈ ഓണനാളിൽ തന്നെ ഇത്തരത്തിൽ മാംസം അല്ലെങ്കിൽ മത്സ്യം സമ്മാനമായി നൽകുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്തതിന് പിന്നിൽ എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതും ഒരു പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നു, ഈ ഒരു ധനസമാഹരണം നടത്തുന്നു. അതിന് സമ്മാനമായി മറ്റ് പല വസ്തുക്കളും കൊടുക്കാമായിരുന്നിട്ടും അതിൽ മാംസം അല്ലെങ്കിൽ മത്സ്യം തന്നെ കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നു. ഇതൊക്കെ തന്നെയും കൃത്യമായും ഇതിന് പിന്നിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പോസ്റ്ററിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ധനസമാഹരണം, അതിൽ ഓണം സ്പെഷ്യൽ
ഈ മത്സ്യ മാംസ സമ്മാന കൂപ്പൺ എന്ന് എഴുതിയിരിക്കുന്നത് 50 രൂപയുടെ കൂപ്പണാണ് ഇവർ എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ സാധാരണയായി കൈപ്പറമ്പുകാവ് ക്ഷേത്രത്തിലേക്കാണ് ഈ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എല്ലാ പ്രാവശ്യവും പൂരം സംഘടിപ്പിച്ചു വരുന്നത്. അത്തരത്തിൽ പൂരം സംഘടിപ്പിച്ചു വരുന്ന ഒരു സമുദായം കൂടിയാണ്. എന്നാൽ ഈ ഒരു പ്രവർത്തനം നടത്തിയതിനു ശേഷം, ഈ ഒരു ധനസമാഹരണം നടത്തിയ ശേഷം ആ പണം എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കും. പൂരം പോലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇത്തരത്തിൽ പൂരവുമായി ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തന്നെ കൃത്യമായും ആ ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിവും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ധനസമാഹരണം നടക്കുന്നു എന്നതിനെ പറ്റി അത് ഞങ്ങളുടെ അറിവോടുകൂടി അല്ല എന്നുള്ള കാര്യം ക്ഷേത്ര ഭാരവാഹികൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇത്തരത്തിൽ പൂരാഘോഷ കമ്മിറ്റി നടത്തുന്ന ആ ഒരു സമുദായം നടത്തുന്ന ഒരു പ്രദേശത്തെ ഒന്നാകെ തന്നെ ഈ ഓണം നാളിൽ ഈ മത്സ്യമാംസാദികൾ കൊണ്ട് ഒരു ഹൈന്ദവ ആചാരങ്ങളെയൊക്കെ തന്നെ അവഹേളിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. വിഷ്ണു. യെസ്, മനോജാണ് വിവരങ്ങൾ നൽകിയത്.